ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. ഒരു പ്രാവശ്യമെങ്കിലും ആ കുട്ടി എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, പെൺകുട്ടി എന്നെ നോക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഇഷ്ടമാണ് എന്ന് തോന്നിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്ത പുരുഷന്മാരല്ലേ ആൺകുട്ടികളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, അതത്ര വിശ്വസനീയമല്ല. ഒരു മനസ്സിലെങ്കിലും തോന്നിയിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ തങ്ങളെ നോക്കാത്തതിൽ ഇഷ്ടപ്പെടാത്തത് ബാഹ്യ സൗന്ദര്യം ഇല്ലാത്ത, മുഖ സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ചിന്തിക്കുന്നത്. പക്ഷേ ഇന്നത്തെ പെൺകുട്ടികൾ ഒരിക്കലും ബാഹ്യ സൗന്ദര്യത്തിന് ഒരിക്കലും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരും ഉണ്ടാവാം, എല്ലാവരും അല്ല കേട്ടോ. അപ്പോൾ ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ഉപരി വ്യക്തിത്വത്തിനും അതുപോലെ തന്നെ ക്യാരക്ടർ, അവരുടെ ബിഹേവിയറിനൊക്കെ മുൻതൂക്കം കൊടുക്കുന്നവരാണ് ഇന്നത്തെ പെൺകുട്ടികൾ. അപ്പോൾ അങ്ങനെ അവരുടെ ഇഷ്ടങ്ങളിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, അവരിഷ്ടപ്പെടുന്ന ആൺകുട്ടികളുണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണെന്ന് പറയുന്നത്. പെൺകുട്ടികൾ ഒരാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കുന്നത് അവരുടെ സംസാര രീതിയും അതുപോലെ അവരുടെ വാക്കുകളൊക്കെയാണ്. അപ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വാക്കുകളിലൂടെ നിങ്ങളുടെ ബിഹേവിയർ, അതായത് നിങ്ങളുടെ വ്യക്തിത്വത്തെ അളന്നെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ നല്ല വാക്കുകളിലൂടെയും നല്ല സംസാരത്തിലൂടെയൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും അതുപോലെ നിങ്ങളുടെ വ്യക്തിത്വവും പുറത്ത് കൊണ്ടുവരാനായിട്ട്, അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയും പുറത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വാക്കുകളും നല്ല സംസാര രീതിയും ഉള്ള പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മനസ്സ് പെട്ടെന്ന് കീഴടക്കാനായിട്ട് സാധിക്കുന്നതാണ്. പുരുഷൻ്റെ ആത്മവിശ്വാസത്തെ അളക്കുന്ന മറ്റൊരു കാര്യം തന്നെയാണ് അവരുടെ നടത്തം. ഒരു തലയൊക്കെ ഉയർത്തിപ്പിടിച്ച് ഷോൾഡറൊക്കെ വിരിച്ച് പിടിച്ച് അതുപോലെ തന്നെ നല്ല സ്ട്രെയിറ്റായിട്ട് ഉറച്ച കാൽവയ്പ്പോടു കൂടി നടക്കുന്ന പുരുഷന്മാർക്ക് ആത്മവിശ്വാസം കൂടുകയും അതുപോലെ തന്നെ സ്ത്രീകളുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കുകയും ചെയ്യും. തല കുനിച്ചിട്ട് നടക്കുക, അതുപോലെ തന്നെ പോക്കറ്റിലേക്ക് കൈ വെച്ചുകൊണ്ട് നടക്കുക, സംസാരിക്കുമ്പോൾ തുടരെ താഴത്തേക്ക് നോക്കുക, കണ്ണിൽ നോക്കാതിരിക്കുക. ഇതൊക്കെ കോൺഫിഡൻസ് ലെവലിനെ കുറച്ച് കാണിക്കുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കോൺഫിഡൻസ് ലെവല് കുറവാണ് എന്ന് കാണിക്കുന്നതിനുള്ള തെളിവാണ്. അപ്പോൾ ഒരു പുരുഷൻ്റെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത്, അതായത് പുറമേയുള്ള കാഴ്ചകൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അയാളുടെ നടത്തം എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള വ്യക്തിത്വമുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുക്കാറുണ്ട്. ഒരു പെൺകുട്ടിയെ കണ്ടു, ആദ്യ കാഴ്ച അവർ സംസാരിക്കുമ്പോൾ തന്നെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും പറയരുത്. നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവനായിട്ടും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്താണെന്ന് ആ പെൺകുട്ടിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുകയും അപ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളൊരു ത്വര ഉണ്ടാവില്ല. അപ്പോൾ അത് തന്നെ ഒരു നെഗറ്റീവ് അവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ആരോടും നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും തുറന്നു, എന്നാൽ കള്ളം പറയാനായിട്ട്, അതായത് നിങ്ങളെക്കുറിച്ച് സത്യമല്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറയാറുള്ളൊരു മറ്റൊരു കാര്യമാണ്, നർമ്മബോധമുള്ളവർ പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുന്നതായിട്ട് കാണാറുണ്ട് എന്ന്. വെച്ചാൽ അവരോടുകൂടി സമയം ചെലവഴിക്കാനും അതുപോലെ തന്നെ അവരുടെ തമാശകൾ കേൾക്കാനും ഇപ്പോൾ എന്ത് കാര്യത്തിനും മസിൽ പിടിച്ചിരിക്കാതെ അല്ലെങ്കിൽ ഗൗരവത്തോടെ ഇരിക്കുന്നവരോട് കൂടുതൽ എടുക്കാനായിട്ട് നമ്മളൊരു ഡിസ്റ്റൻസ് ഇട്ടാണ് നിൽക്കുകയുള്ളൂ. എന്നാൽ കുറച്ചൊക്കെ ഒരു ഹ്യൂമർ സെൻസ് ഉള്ളവരിലേക്ക് ആർക്കാണെങ്കിലും ഒരു അടുപ്പം തോന്നുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കുറച്ച് ഹ്യൂമർ സെൻസൊക്കെ ഉള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾക്ക് പെട്ടെന്നൊരു ഇഷ്ടം തോന്നുന്നത് സാധാരണമാണ്. ആയിട്ട് പറയുന്നത്, ഏതൊരു മനുഷ്യനും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ക്വാളിറ്റിയാണ് സഹജീവികളോടുള്ള സഹാനുഭൂതി എന്ന് പറയുന്നത്. സഹാനുഭൂതിയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ അത് തങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ പരിഹരിച്ചു കൊടുക്കാനും കഴിയുന്ന ഒരു മനുഷ്യൻ എപ്പോഴും ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായിരിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഏറ്റവും ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് സഹജീവികളോടുള്ള സ്നേഹവും കരുണയും ആണ്. അപ്പോൾ അത് നമ്മളുടെ ഒരു പ്രശ്നമായിട്ട് തന്നെ കരുതിക്കൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് വഴി, അല്ലെങ്കിൽ അത് കാട്ടിക്കൂട്ടലും ആവരുത്, ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹാനുഭൂതിയും സഹജീവികളോട് പെരുമാറുന്നത് വഴി ഒരു സ്ത്രീയുടെ മനസ്സിലേക്ക് കയറി ചെല്ലാനായിട്ട്
സാധിക്കുന്നതാണ്. പ്രശ്നം നമ്മളുടെ അടുത്ത് പറയുകയാണെങ്കിൽ അത് തീരുന്നത് വരെ കേട്ടിട്ട് ചിലപ്പോൾ മനസ്സ് തകർന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പറയുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക, അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം പറയുക, അല്ലെങ്കിൽ അത് മറ്റൊരാളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സഹിഷ്ണുത പ്രകടിപ്പിക്കുക, അതൊന്നും അത്ര ഗുഡ് ക്യാരക്ടറായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല. അത് ഒരു പെൺകുട്ടിക്ക് എന്നല്ല ആർക്കും തന്നെ ഒട്ടും അക്സെപ്റ്റബിൾ അല്ല ഇത്തരത്തിലുള്ള ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും മറ്റുള്ളവരെ കേട്ടിരിക്കാൻ തയ്യാറാവണം. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു മിനിറ്റ് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ജീവൻ തന്നെ നിലനിർത്താനായിട്ട് നിങ്ങൾക്കതുകൊണ്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ സഹാനുഭൂതി തന്നെ പോലെ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മറ്റൊരാളെ കേട്ടിരിക്കുക, ഒരാളുടെ സങ്കടം കേട്ടിരിക്കുക, അല്ലെങ്കിൽ അയാളുടെ പ്രശ്നങ്ങളിൽ താങ്ങാവുക എന്നുള്ളതെല്ലാം. അപ്പോൾ ഇത്രയൊക്കെയാണ്, അതായത് മറ്റുള്ളൊരു സഹാനുഭൂതി കാണിക്കുക, അതുപോലെ തന്നെ കരുണയോടുകൂടി പ്രവർത്തിക്കുക, അവരുടെ കോൺഫിഡൻസ് ലെവല്, അതുപോലെ തന്നെ അവരുടെ വ്യക്തിത്വത്തിനെയൊക്കെ സംസാരത്തിലൂടെയൊക്കെ മറ്റുള്ളവരെ കയ്യിലെടുക്കാനായിട്ടുള്ള കഴിവ്, നർമ്മബോധത്തോടുള്ള സംസാരം, ഇത്രയൊക്കെ മതിയാവും ഒരു പെൺകുട്ടിയുടെ മനസ്സ് കീഴടക്കാനായിട്ട്. അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി പെട്ടെന്ന് കയറി ചെല്ലുന്ന ഇത്തരത്തിലുള്ള മനസ്സുള്ള ഒരു പുരുഷനിലേക്കായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.